ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ദേവി. രുചിത് വിധാനത്തിലുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയൊന്നാണ് കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവ്. മുൻജന്മ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടാവൂ എന്നാണ് വിശ്വാസം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്ററും പയ്യന്നൂരിൽ നിന്ന് 11 കിലോമീറ്ററും യാത്ര ചെയ്താൽ മാടായിക്കാവിലെത്താം. കേരളത്തിൽ തന്നെ അത്യപൂർവമായ കടും ശർക്കര യോഗത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും ശക്തിമത്തായ സാന്നിധ്യവിശേഷമുള്ള ക്ഷേത്രമാണ് മാടായിക്കാവ്. ശാക്തേയ സമ്പ്രദായം അതിശക്തമായി പിന്തുടരുന്ന മാടായിക്കാവിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന അരയാലിനെ വന്ദിക്കേണ്ടതുണ്ട്. ഈ അരയാലിലാണ് ദേവീ ചൈതന്യം ആദ്യമുണ്ടായതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ അരയാലിനെ ദേവിയുടെ മൂലസ്ഥാനമായി കണ്ടുവേണം അകത്ത് പ്രവേശിക്കാൻ. പ്രധാന ദേവനായ മഹാദേവൻ തന്നെയാണ് പിതൃസ്ഥാനത്തുള്ളത്. വ്യത്യസ്തമായ പൂജകളുള്ള മാടായിക്കാവിലെ പ്രദക്ഷിണ വഴിയും ഏറെ പ്രത്യേകതകളുള്ളതാണ്. അകത്തേക്ക് കടന്നാൽ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന മഹാദേവനെ തൊഴുത് ക്ഷേത്രത്തെ വലം വെച്ച് ശാസ്താവിനെയും തൊഴുത് പിന്നീട് നമ്മൾ സപ്തമാതൃക്കളുടെ മുന്നിലെത്തും. സപ്തമാതൃക്കളോടൊപ്പം വീരഭദ്രനും ഗണപതിക്കും സ്ഥാനമുണ്ട്. അതായത് കടും ശർക്കര യോഗത്തിൽ തീർത്ത അമ്മമാർ വടക്കോട്ട് ദർശനമായി നിൽക്കുന്ന മാതൃശാല എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ഇത് കഴിഞ്ഞ് വലം വെച്ച് നമ്മൾ ചെല്ലുമ്പോഴാണ് പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ദേവിയുടെ ശക്തിഭാവത്തെ, മാടായിക്കാവിലമ്മയുടെ വലിയ കടും ശർക്കര യോഗത്തിലുള്ള പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയുക. അതിനു മുന്നിൽ അഭിഷേകം ചെയ്യാനുള്ള ബിംബവും ശീവേലിക്ക് എഴുന്നള്ളിക്കാനുള്ള ബിംബവും നമ്മൾക്ക് ദർശിക്കാനാവും. മാടായിക്കാവിനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പലതാണ്. അതിലേറെ പറയപ്പെടുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി മാടായിക്കാവിനുള്ള ബന്ധമാണ്. ദാരിക നിഗ്രഹം കഴിഞ്ഞ് ഉഗ്രകോപം അടക്കാനാവാത്ത മാടായിക്കാവിലമ്മയുടെ സാന്നിധ്യം ആദ്യമുണ്ടായിരുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലായിരുന്നു. ഭദ്രകാളിയുടെ ശക്തിയും രൗദ്രവും നാൾക്കുനാൾ വർദ്ധിച്ചപ്പോൾ അത് ദേശവാസികൾക്കും പൂജാരികൾക്കും വലിയ ദോഷങ്ങളുണ്ടാക്കി. ദേവിയുടെ രൗദ്രഭാവത്തെ അകറ്റി സ്വാത്വിക ഭാവത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ പരശുരാമനെ അതിന് നിയുക്തനാക്കി. പരശുരാമൻ രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തുകയും അവിടെയുള്ള ഭദ്രകാളി സാന്നിധ്യത്തെ ശംഖിൽ ആവാഹിച്ച് വലിച്ചെറിയുകയും ചെയ്തു. ആ ശംഖിൻ്റെ വാൽഭാഗം വന്നു വീണത് കാടിന് സമീപത്തുള്ള ഒരു പാറയിലാണ്. ആ പ്രകമ്പനത്താൽ പാറയും കാടും വിറകൊണ്ടു. അത് പിന്നീട് മാടായിക്കാവിന് തിരുവിറയൽ കാവ് എന്ന പേര് ലഭിക്കാനും ഇടയായി. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ പൊതുവെ ആരും പോകാറില്ല. ദേവിയുടെ ശക്തിഭാവങ്ങൾ മുഴുവൻ വടക്കേ നടയിലാണ്. പ്രത്യേക പൂജാസമയത്ത് മാത്രമേ പൂജാരികൾ വടക്കേ നടയിൽ പോകാറുള്ളൂ. മാടായിക്കാവിൽ ബ്രാഹ്മണ സമ്പ്രദായങ്ങൾ നിലനിൽക്കുമ്പോഴും ശാക്തേയ സമ്പ്രദായമാണ് കൂടുതലും തുടരുന്നത്. പിടാരന്മാരാണ് ഇവിടെ പൂജകൾ ചെയ്തു വരുന്നത്. ശത്രുദോഷ പരിഹാരം, സർവാഭിഷ്ടസിദ്ധിക്കുള്ള അകപൂജ, ശത്രുസംഹാര പൂജ, രക്തപുഷ്പാഞ്ജലി എന്നിവയാണ് വിശേഷാൽ വഴിപാടുകൾ. ധനുമാസം ഒഴികെയുള്ള എല്ലാ മാസങ്ങളിലും ഇവിടെ വിശേഷാൽ ഉത്സവം നടത്താറുണ്ട്. കർക്കിടക മാസത്തിലെ നിറ, ചിങ്ങമാസത്തിലെ പുത്തിരി, കന്നിമാസത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ചാക്യാർകൂത്ത്, തുലാം മകരമാസങ്ങളിലെ
പാട്ടുത്സവം, കുംഭമാസത്തിലെ ശിവരാത്രി, മീനമാസത്തിൽ ഉത്തര കേരളത്തിൻ്റെ തന്നെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരമഹോത്സവം. പൂരസമയത്താണ് അമ്മ പുറത്തിറങ്ങി ഭക്തർക്ക് ദർശനം നൽകുന്നത്. ദാരികക്കോട്ട എന്ന സ്ഥലത്ത് ദാരിക നിഗ്രഹത്തെ അനുസ്മരിച്ച് ദേവിയും ദാരികനുമായുള്ള യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന നന്ദകവാൾ കൊണ്ടുള്ള പയറ്റ്, ദാരികനെ വധിച്ച അമ്മയുടെ ആനന്ദത്തെ സൂചിപ്പിക്കുന്ന പൂരക്കളി തുടങ്ങിയ വിവിധ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു. തെയ്യപ്രപഞ്ചവുമായി ബന്ധമുള്ള ഏറ്റവും വലിയ ചരിത്രം കൂടെ മാടായിക്കാവിനുണ്ട്. ഉത്തര കേരളത്തിലെ തോറ്റംപാട്ടുകളിൽ ഒരു വരിയെങ്കിലും മാടായിക്കാവിലമ്മയെ പ്രകീർത്തിച്ചുണ്ടാകും. ദേവിയും ദാരികനുമായുള്ള യുദ്ധത്തിന് ശേഷം കോപം ശമിക്കാനാവാത്ത ദേവി പടിഞ്ഞാറോട്ട് ദർശനമേകി താണ്ഡവമാടി ചലിച്ചുകൊണ്ടിരുന്നു. ഈ കോപം മറ്റു ദേവതകൾക്കൊന്നും ശമിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദേവിയുടെ കോപം കാരണം ലോകം തന്നെ നശിക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ സാക്ഷാൽ പരമേശ്വരൻ തന്നെ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ ബ്രാഹ്മണക്കുട്ടിയുടെ രൂപത്തിലുള്ള വടുവിൻ്റെ രൂപത്തിൽ ദേവിയുടെ മാർഗത്തിന് കുറുകെ കിടക്കുകയും ചെയ്തു. കോപം കൊണ്ട് വിറച്ച ദേവി വടുവിനെ ആഞ്ഞു ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും മഹാദേവനെന്ന് തിരിച്ചറിഞ്ഞ് ദേവിയുടെ കോപം കുറയുകയും ചെയ്തു. വടുരൂപത്തിലുള്ള മഹാദേവൻ്റെ സാന്നിധ്യമുണ്ടായ സ്ഥലത്താണ് ഇന്ന് വടുകുന്ത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവിയുടെ കോപം ശമിപ്പിക്കാൻ മഹാദേവൻ തന്നെ വടുകുന്ത ക്ഷേത്രത്തിലെ പാറയിൽ തൃശൂലം കൊണ്ട് കുത്തിയ കുളമാണ് കൊടിയ വേനലിലും പറ്റാത്ത പാറപ്പുറത്തെ ഒരു കുളമായി ഇന്നും നിലനിൽക്കുന്നത്. ശക്തിസ്വരൂപിണിയായ മാടായിക്കാവിലമ്മയെ തൊഴുത് സങ്കടങ്ങൾ പറഞ്ഞാൽ പരിഹാരമുണ്ടാവുമെന്നതിന് തെളിവാണ് ക്ഷേത്രത്തിൽ നിത്യസന്ദർശകരായ പ്രമുഖരും സാധാരണക്കാരായ ആയിരക്കണക്കിന് ഭക്തരും.